ഹലോ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അടുത്തത് ഒരു ലളിതാംബിക അന്തർജനത്തിലെ നോവലാണ് അഗ്നിസാക്ഷി. നമുക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആയിട്ടുള്ള ഫയർ മൈ വിറ്റ്നസ്. ലളിതാംബിക അന്തർജനം എന്ന് പറയുന്ന ഒരു സോഷ്യൽ റിഫോമറാണ്. അവരൊരു ഒരു റെവല്യൂഷണറി റൈറ്ററാണ്. നമ്പൂതിരി ഫാമിലിയിലാണ് ജനിച്ചത്. കേരളത്തിൽ ഫോർമൽ എഡ്യൂക്കേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. അതായത് സ്കൂൾ എഡ്യൂക്കേഷൻ അല്ലായിരുന്നു, ഹോം സ്കൂളിംഗ് ആയിരുന്നു ഇവർക്ക് കിട്ടിയത്. കാരണം ഇവർ നമ്പൂതിരി ഫാമിലിയിലുള്ളതായതുകൊണ്ട് സ്കൂളിലോട്ട് ഇവരെ വിട്ട് പഠിപ്പിച്ചില്ല. കാരണം സ്കൂളിൽ വേറെ പിള്ളേർ കാസ്റ്റിലെ പിള്ളേരൊക്കെ വരും. സോ അതുകൊണ്ട് പൊല്യൂഷൻ ആയാലോ എന്ന് വിചാരിച്ചു. പൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഡിസ്ക്രിമിനേഷൻ ഉള്ളതുകൊണ്ട് ഇവരെ അങ്ങോട്ട് വിട്ട് പഠിപ്പിച്ചില്ല. ഇവരെ ഹോം സ്കൂളിംഗ് ആണ് നടത്തിയത്. സോഷ്യൽ റിഫോം മൂവ്മെന്റ്സിനെ കുറിച്ചൊക്കെയാണ് ഇവരുടെ വർക്ക്സിനകത്ത് വരുന്നത്. ഇവരെന്ന് പറയുന്നത് ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ അല്ല ജനിച്ചത്. അതായത് ഇവരുടെ ഫാമിലി ആ സമയത്ത് നമ്പൂതിരി ഫാമിലീസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഓർത്തഡോക്സ് ആയിരിക്കും. ഇവരുടെ ഫാമിലി വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ആൻഡ് ഇവരുടെ ഓട്ടോബയോഗ്രഫിയുടെ പേര് ആത്മകഥയ്ക്ക് ഒരാമുഖം, ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ഓട്ടോബയോഗ്രഫി. നമ്മുടെ ലളിതാംബിക അന്തർജനത്തിന്റെ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ഈ അഗ്നിസാക്ഷി എന്ന് പറയുന്നത് ഒരു ഫെമിനിസ്റ്റിക് മൂവ്മെന്റിന്റെ എമർജൻസിനെ കുറിച്ച് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ, അതുപോലെ തന്നെ ഗാന്ധിജിയുടെ നമ്മുടെ സ്ട്രഗിൾ ഉണ്ടല്ലോ, നാഷണലിസ്റ്റ് മൂവ്മെന്റിനെ കുറിച്ച്, ഈക്വാളിറ്റി, ജെൻഡർ ഈക്വാളിറ്റിയെ കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. അവരുടെ വേറെ ടൈറ്റിൽസ് എന്ന് പറയുന്നത് നോവൽസിന്റെ ടൈറ്റിൽസ് അല്ലെങ്കിൽ വർക്ക്സിന്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞ പുനർജന്മമുണ്ട്, മൂടുപടത്തിൽ, ഇതൊക്കെയാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് റീഫോം മൂവ്മെന്റ്സിനെ കുറിച്ച്, നാഷണലിസ്റ്റ് സ്ട്രഗിളിനെ കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ഫെമിനിസ്റ്റ് മൂവ്മെന്റിന്റെ ഒക്കെ ഒരു ഇത് വരുന്നുണ്ട് ഇതിനകത്ത്. ജെൻഡർ റിലേഷനെ കുറിച്ചൊക്കെ ഈ ഒരു നോവൽ പറയുന്നുണ്ട്. അഗ്നിസാക്ഷിയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആരെ നടത്തിയത്? വാസന്തി ശങ്കരനാരായണനാണ്. ഇതൊരു മൾട്ടി ലെയേർഡ് നോവലാണ്. അഗ്നിസാക്ഷിയുടെ ഇംഗ്ലീഷ് എന്താണ്? ഫയർ മൈ വിറ്റ്നസ്. അഗ്നിയാണ് സാക്ഷിയാവുന്നത്. അപ്പോൾ ഇതെന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാരേജിന്റെ ഫെയിലറിനെ കുറിച്ചാണ് പറയുന്നത്. ഉണ്ണി നമ്പൂതിരിയും തേതിക്കുട്ടിയും തമ്മിലുള്ള മാരേജിന്റെ ഫെയിലറാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഫിലിം ആക്കിയിട്ടുണ്ട്. അതിനകത്ത് ശോഭനയാണ് നായിക. എനിക്ക് തോന്നുന്നു പ്രവീണയും ഉണ്ട് അതിനകത്ത് ഒരു സഹനടിയായിട്ട്. പ്രവീണ അതുപോലെ തന്നെ ശോഭനയുമാണ് കേട്ടോ. അതൊന്ന് കാണുന്നത് നന്നായിരിക്കും, യൂട്യൂബിലുണ്ട്. ആ ഒരു സിനിമ കണ്ടാലും മതി, നമുക്ക് ഈ ഒരു ഇത് എഴുതാൻ പറ്റും. സോ ഈ നോവലിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണത്. അഗ്നിസാക്ഷി എന്ന് തന്നെയാണ് പേര് കേട്ടോ. അതിനകത്ത് നല്ല പാട്ടൊക്കെ ഉണ്ട്. സോ യൂട്യൂബിൽ കാണും. അപ്പോൾ ഈ ഒരു സ്റ്റോറി ആരുടെയാണ്? ഉണ്ണി നമ്പൂതിരിയും തേതിക്കുട്ടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെയാണ് ശോഭന അതിനകത്ത് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഓർത്തോഡക്സി അല്ലെങ്കിൽ മോഡേണിസം തമ്മിലൊരു ക്ലാഷ് ആണ് ഈ രണ്ട് ക്യാരക്ടേഴ്സും കാണിച്ചിരിക്കുന്നത്. നമ്പൂതിരി കമ്മ്യൂണിറ്റിയിലുള്ള ഓർത്തോഡക്സ് ആയിട്ടുള്ള കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ എങ്ങനെയാണ് പൊട്ടിച്ചെറിഞ്ഞ് തേതിക്കുട്ടി അവസാനം ഒരു സന്യാസിനിയായി, ആദ്യമേ ഒരു ഫ്രീഡം സ്ട്രഗിൾ, ഒരു ഫ്രീഡം നമ്മുടെ നാഷണലിസ്റ്റ് മൂവ്മെന്റ് ഒരു ലീഡറായിട്ട് മാറുന്നുണ്ട് മഹാത്മാഗാന്ധിക്കൊപ്പം. പിന്നീട് അവരെന്ത് ചെയ്തു? സന്യാസം സ്വീകരിച്ച് ഒരു സന്യാസിനിയായിട്ട് മാറുന്നു. അവരുടെ മരണം വരെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. തങ്കം നായർ എന്നുള്ള കഥാപാത്രമാണ് ഇതിനെ നറേറ്റ് ചെയ്യുന്നത്. ആ ഒരു കഥാപാത്രത്തിലൂടെയാണ് ഈ ഒരു സ്റ്റോറി പോയിക്കൊണ്ടിരിക്കുന്നത്. തങ്കം നായർ എന്നുള്ള ക്യാരക്ടറാണ് ശരിക്കും പറഞ്ഞ പ്രവീണ ആ സിനിമയ്ക്കകത്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തങ്കം നായരുടെ ആ ഒരു ഐസിലൂടെ അല്ലെങ്കിൽ പെർസ്പെക്റ്റീവിലൂടെയാണ് നമ്മൾ ഈ സ്റ്റോറി മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പോൾ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ നല്ല ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ് കേട്ടോ. പേജ് നമ്പർ 103 അപ്പം തങ്കം നായരുടെ വേറെ പേരാണ് ലക്ഷ്മി, അല്ലെങ്കിൽ അവരെ KMK നായർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ കസിനാണ് ഉണ്ണി നമ്പൂതിരി എന്ന് പറയുന്നത്. അപ്പോൾ ഉണ്ണി നമ്പൂതിരി അല്ലെങ്കിൽ ഉണ്ണിയേട്ടൻ അവരുടെ കസിനാണ്. അയാളുടെ കുറച്ച് ഡെത്ത് സെറമണിക്ക് വേണ്ടി ഇവർ ഗംഗയിൽ വന്നേക്കുവാണ്. ഗംഗാ നദിയുടെ അവിടെ ഇരിക്കുവാണ്. അവരുടെ മകനായിട്ടുള്ള അപ്പു ഉണ്ട്. അപ്പു ഡോക്ടറാണ്. അവരുടെ അപ്പുവിൻ്റെ മകളുണ്ട്. അതായത് ഇവരുടെ കൊച്ചുമോളന്റെ പേരാണ് ദേവകി അല്ലെങ്കിൽ ദേവു. അപ്പോൾ തങ്കം ഇങ്ങനെ ഈ സമയത്ത് കേട്ടു ഇവരുടെ ഏട്ടത്തിയമ്മ, അതായത് നമ്മുടെ ഉണ്ണിയേട്ടൻ്റെ ഭാര്യ, അതായത് തേതിക്കുട്ടി അല്ലെങ്കിൽ ദേവകി മണംപള്ളി, അല്ലെങ്കിൽ ദേവി ബഹൻ, അവർക്ക് ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ മാതാ സുമിത്രാനന്ദ, അവരിവിടെ എവിടെയോ ഉണ്ടെന്ന് കേട്ടു സന്യാസിനിയായിട്ട്. അപ്പം അവർക്ക് കാണണം എന്ന് തോന്നി. പക്ഷേ മാതാ സുമിത്രാനന്ദ, അതായത് നമ്മുടെ തേതിക്കുട്ടി ഈ തങ്കത്തിനെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? മൈൻഡ് ചെയ്യാത്ത രീതിയിൽ അങ്ങ് നടന്നുപോയി. കാരണം അവർക്ക് അവരുടെ പെയിൻഫുൾ പാസ്റ്റ് ആലോചിക്കാൻ താല്പര്യമില്ലായിരുന്നു. തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ ആ സമയത്ത് ഹോട്ടൽ മുറിയിൽ വരുന്ന തങ്കം ഇങ്ങനെ ആലോചിക്കുവാണ് ഉണ്ണിയേട്ടൻ്റെ വെഡ്ഡിങ് അല്ലെങ്കിൽ ഉണ്ണിയേട്ടൻ്റെ കല്യാണം എന്ന് പറയുന്നത്. അപ്പോൾ തങ്കത്തിന് അവരുടെ ആ മനയുടെ പേര് മനംപള്ളി മനയെന്നാണ്. തങ്കം എന്ന് പറയുന്ന ഒരു നായർ ശൂദ്രകളാണ്. അപ്പോൾ അമ്മയെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ശൂദ്രയായിരിക്കും, അച്ഛൻ നായരായിരിക്കും. എന്തായാലും നായർ ശൂദ്രകളാണ്. അവരെ ഉണ്ണിയേട്ടൻ്റെ കല്യാണത്തിന് മനയിലോട്ട് കയറ്റി വിടത്തില്ല. അപ്പോൾ ആ ഇൻസൾട്ടിൽ തങ്കം എന്ത് ചെയ്തു? വിശന്ന് കിടന്നു, വയ്യാതായി. അപ്പോൾ തങ്കം പക്ഷേ ആ സമയത്ത് അവളുടെ ഏട്ടത്തമ്മി, അതായത് ഉണ്ണിയേട്ടൻ്റെ ഭാര്യയായിട്ട് വരുന്ന തേതിക്കുട്ടി അല്ലെങ്കിൽ ദേവകി, അവരൊരു ബ്യൂട്ടിഫുൾ ലേഡിയാണെന്ന് മനസ്സിലാക്കുന്നു. എടതിയമ്മയെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് കച്ചേരി മാളികയിലാണ് ഇവരെ താമസിപ്പിച്ചേക്കുന്നത്. ആ ഒരു മാളികയുടെ പേരാണ് ഈ തങ്കത്തിന്റെ അച്ഛൻ്റെ അമ്മയുടെ കാര്യം പറയുന്നുണ്ട്. തങ്കത്തിന്റെ അച്ഛനും അമ്മയ്ക്ക് ഒരുപാട് മക്കൾ വേറെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ അവസാനം സർവൈവ് ചെയ്തത് തങ്കം മാത്രമാണ്. അപ്പോൾ ഈ തങ്കത്തിന്റെ ഏറ്റവും അധികം, അതായത് തങ്കത്തിന്റെ കസിനാണ് ഉണ്ണിയേട്ടൻ.
ഉണ്ണിയേട്ടൻ്റെ വൈഫാണ് നമ്മുടെ തേതിക്കുട്ടി അല്ലെങ്കിൽ ദേവകി അന്തർജനം അല്ലെങ്കിൽ സുമിത്രാനന്ദ എന്നൊക്കെ ലാസ്റ്റ് പേര് മാറ്റുന്നത്. അപ്പം ഇയാൾ പിന്നെ ഉണ്ണിയേട്ടൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ് എപ്പോഴും പൂജയും വഴിപാടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നൊരു മനുഷ്യനാണ്. ഇപ്പോൾ കല്യാണം കഴിച്ചിട്ട് വന്നതിന് ശേഷം തങ്കവും ഏട്ടത്തി അമ്മയും തമ്മിൽ ഉണ്ണിയേട്ടൻ്റെ ഭാര്യയും തമ്മിൽ വളരെയധികം ക്ലോസ് ആവുന്നുണ്ട്. ഉണ്ണിയേട്ടൻ ഫുൾ ടൈം പൂജയും സെറമണിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്, എപ്പോഴും വ്രതവും അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് നിൽക്കുക. അപ്പോൾ ഏട്ടത്തി അമ്മയുടെ അടുത്തോട്ട് പോകത്തേ ഇല്ല. പക്ഷേ അപ്പോൾ ഏടത്തിയമ്മ ഇങ്ങനെ പരാതി പറയുന്നുണ്ട്, എൻ്റെ അടുത്തോട്ട് എന്നെ കാണാൻ വരുന്നില്ല, ഒരു റിയൽ ലൈഫ് പാർട്ട്ണറായിട്ടോ അല്ലെങ്കിൽ ഒരു റിയൽ ഹസ്ബൻഡ് ആയിട്ടില്ല ഇതുവരെയും. അപ്പോൾ തങ്കത്തിന് ആ സമയത്തൊന്നും മനസ്സിലായില്ല തേതിക്കുട്ടിയുടെ അല്ലെങ്കിൽ ദേവകി ഈ ഒരു ഏടത്തിയമ്മ പറയുന്നതിൻ്റെ കംപ്ലയിൻസിൻ്റെ മീനിങ് ഒന്നും. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണമ്പള്ളി മന എന്ന് പറയുന്നത് വളരെയധികം ഓർത്തഡോക്സ് ആയിട്ടുള്ള മനയാണ്, വളരെ പേട്രിയാർക്കിക്കലാണ്. അന്തർജനങ്ങളെല്ലാം എപ്പോഴും അകത്ത് തന്നെയായിരിക്കും, അവിടെ ഈ ന്യൂസ് പേപ്പേഴ്സോ അല്ലെങ്കിൽ മാഗസീൻസോ ഒന്നും വരുത്തത്തില്ല. അപ്പോൾ ഉണ്ണിയേട്ടൻ്റെ അമ്മയെന്ന് വളരെ പറയുന്നത്, അതായത് നമ്മുടെ തേതിക്കുട്ടിയുടെ അല്ലെങ്കിൽ ദേവകിയുടെ അമ്മായിയമ്മ എന്ന് പറയുന്നത് വളരെ ക്രൂവലാണ് കേട്ടോ. അപ്പം അവർ ഇങ്ങനെ വിലക്കും മോൻ്റെ അടുത്ത്, അതായത് ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഡേയ്സിൽ മാത്രം ഭാര്യ എടുത്ത് പോയാൽ മതി, അല്ലാതെ പോകണ്ട എന്നൊക്കെ പറഞ്ഞ് ഇവർ വിലക്കിയാണ് വെച്ചേക്കുന്നത്. അവരുടെ കീഴിലാണ് ഈ മലമ്പള്ളി മന പോകുന്നത്. ന്യൂസ് പേപ്പേഴ്സ് ബുക്സ് ഒന്നും ആർക്കും വായിക്കാൻ കൊടുക്കത്തില്ല. പക്ഷേ തേതിക്കുട്ടി എന്ന് വെച്ചാൽ വളരെ പ്രോഗ്രസീവ് ആയിട്ടൊരു ഫാമിലിയിൽ നിന്നാണ് വന്നത്. അവിടെ വന്ന് ഇവിടെ ആയപ്പോൾ എന്തോ ഒരു കൂട്ടിലടയ്ക്കപ്പെട്ട ക്ലിയെ പോലാണ് തേതിക്കുട്ടി, അതായത് ഈ ഏട്ടത്തി അമ്മയ്ക്ക് തോന്നിയത്. അപ്പോൾ തങ്കം എന്ത് ചെയ്തു, കച്ചേരി മാളികയിലോട്ട് ന്യൂസ് പേപ്പേഴ്സും അല്ലെങ്കിൽ മാഗസീൻസും ബുക്സും ഒക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു ഇവർക്ക് വായിക്കാൻ വേണ്ടി. ഉണ്ണിയേട്ടൻ എന്ത് ചെയ്തു, ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസിൽ മാത്രം ഇങ്ങനെ നിറഞ്ഞു നിന്ന്, അതായത് എപ്പോഴും പൂജയും കാര്യങ്ങളുമായിട്ട് നിന്ന് ഏട്ടത്തി അമ്മയുടെ അടുത്തൊന്നും ടൈം സ്പെൻഡ് ചെയ്യത്തില്ലായിരുന്നു. ആൻഡ് അതുമാത്രമല്ല, ആ സമയത്ത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ സോഷ്യൽ റിഫോം മൂവ്മെന്റ് അല്ലെങ്കിൽ നാഷണലിസ്റ്റ് സ്ട്രഗിളൊക്കെ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. നോവലിനകത്ത് പറയുന്നുണ്ട് മഹാത്മാഗാന്ധിയുടെ കാര്യമൊക്കെ. പക്ഷെ അതിലൊന്നും നമ്മുടെ ഈ ഉണ്ണിയേട്ടന് യാതൊരു വിധത്തിലുള്ള ഇൻട്രസ്റ്റും കാണിച്ചില്ല. അതുപോലെ തന്നെ സ്വത്തിലൊന്നും ഇൻട്രസ്റ്റ് ആർക്കില്ല, ഉണ്ണിയേട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഇല്ല. ആൻഡ് ദെൻ തങ്കം എന്നിട്ട് റിമെമ്പർ ചെയ്യുന്നുണ്ട്, തേത്തിയേട്ടത്തി വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട്. അതായത് ഈ ഉണ്ണിയേട്ടൻ എന്ന് പറഞ്ഞ ആൾ ട്രഡീഷനെതിരെ ഒന്നും പോകത്തില്ല, എപ്പോഴും ഫുൾ ടൈം അമ്പലം അങ്ങനെ പ്രാർത്ഥന പൂജയായിട്ടിരിക്കുവാണ്. അങ്ങനെ ഒരു വർഷത്തോളമൊക്കെ ഇയാൾ വ്രതമൊക്കെ പിടിക്കുന്നുണ്ട് ഇയാളുടെ ആൻറ്റി മരിച്ചതിൻ്റെ ഇതിനായിട്ട്. ഏട്ടത്തിയമ്മ, അതായത് തേത്തി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഏട്ടത്തിയമ്മ എന്നുള്ള ക്യാരക്ടർ അവിടെ ഉള്ള ഒരു നായർ ബോയിയൊക്കെ പഠിപ്പിച്ച് വലുതാക്കുന്നുണ്ട്. ആ കാര്യമൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അവസാനം ഇവനാണ് വളർന്നു വലുതായി ആർമി ഓഫീസറായിട്ട് റിട്ടയർമെന്റിന്റെ സമയത്ത് നമ്മുടെ ഈ തങ്കത്തിനെ തേത്തിയേട്ടത്തിയുടെ അടുത്തോട്ട് കൊണ്ടുപോകുന്നതൊക്കെ ഇയാളാണ്. അതായത് ഇങ്ങനെ സന്യാസിനിയായി മാറി എന്നുള്ള കാര്യമൊക്കെ പറയുന്ന ആ ചെറുക്കനാണ് വളർന്നു വലുതായി. തങ്കത്തിന്, അതായത് തങ്കം ഇങ്ങനെ പറയുന്നുണ്ട്, തങ്കത്തിൻ്റെ ബ്രദറാണ്, പ്രോഗ്രസീവ് ബ്രദറാണ് PKP നമ്പൂതിരി. അപ്പം ലെറ്ററൊക്കെ അയക്കുന്നുണ്ട്. തങ്കത്തിൻ്റെ ഈ ലെറ്ററൊക്കെ ഏടത്തിയമ്മയുടെ ലെറ്ററൊക്കെ തങ്കമാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തങ്കം കുറച്ച് കുഞ്ഞു ലെറ്റേഴ്സ്, തങ്കത്തിൻ്റെതായിട്ടുള്ള ലെറ്റേഴ്സും കൂടി PKP നമ്പൂതിരിക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. PKP നമ്പൂതിരി എന്ന് പറഞ്ഞ മനുഷ്യൻ ബ്രാഹ്മണിക്കൽ ട്രഡീഷൻസിനെതിരെ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന നടന്നൊരു മനുഷ്യനാണ്. അതായത് അന്തർജനംസ് എല്ലാം വീട്ടിൽ നിന്ന് വെളി വരണം, അവരുടെ ഡ്രസ് സ്റ്റൈൽ മാറ്റണം, കാസ്റ്റ് ഡിഫറൻസസ് ഒക്കെ മാറ്റണം. അയാൾ നാഷണലിസ്റ്റ് മൂവ്മെൻ്റ് ഒക്കെ ജോയിൻ ചെയ്ത മനുഷ്യനാണ് നമ്മുടെ ഈ ഏട്ടത്തിയമ്മയുടെ ബ്രദർ എന്ന് പറയുന്നത്. പിന്നെന്താണ്, അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ മണമ്പള്ളി മനയിലെത്തി. അപ്പോൾ ഈ ഏട്ടത്തിയമ്മയുടെ ബ്രദർ ഇങ്ങനെയൊക്കെ ഇവർക്കെതിരെയൊക്കെ പറഞ്ഞു നടക്കുന്ന കേട്ടപ്പോൾ ഇവർക്കും ഒരു പ്രശ്നമായിരുന്നു. ഏട്ടത്തിയമ്മയ്ക്കൊക്കെ ഒരു വിഷയം ഉണ്ടാക്കി. ഏട്ടത്തിയമ്മ പക്ഷേ ഭയങ്കര പ്രോഗ്രസീവാണ് കേട്ടോ. അപ്പോൾ ഏട്ടത്തിയമ്മയെ അതുപോലെ ശരിക്കും പറഞ്ഞ് എന്ത് ചെയ്റ്റി, അവർക്ക് ആ മനയിൽ കിടന്നങ്ങ് വീർപ്പുമുട്ടി അവസാനം അവരും എന്ത് ചെയ്യാൻ തുടങ്ങി, പുറത്തേക്ക് ഇറങ്ങണം എന്നുള്ളൊരു ഇത് വരാൻ തുടങ്ങി. അങ്ങനെ PKP നമ്പൂതിരിയുടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ തങ്കത്തിന് എന്ത് പറ്റി, PKP നമ്പൂതിരി എടുത്തിട്ട് ചെറിയ ഒരു ഇൻഫാക്ച്വേഷൻ ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ. PKP പ്രോഗ്രസീവ് ആണെങ്കിലും പക്ഷേ തങ്കത്തിനെ, അതായത് ഇയാളുടെ അനിയത്തിയെ മണമ്പള്ളി മനയിൽ നിന്ന് പുറത്ത് ഇറങ്ങണമെന്നൊന്നും ഇയാൾ വലുതായിട്ട് എൻകറേജ് ചെയ്തില്ല. കാരണം എന്താ, ഇയാൾക്ക് ഉണ്ണിയേട്ടനെ, അതായത് അനിയത്തിയുടെ ഹസ്ബൻഡായ ഉണ്ണിയെ ഇയാൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഉണ്ണി എന്ന് പറഞ്ഞൊരു നോബിൾ ഹ്യൂമൻ ബീങ്, ഭയങ്കര പഞ്ചഭാവ ആ മനുഷ്യൻ. അദ്ദേഹം എപ്പോഴും പൂജയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ്, ഭർത്താവിൻ്റെ റോൾസും ഡ്യൂട്ടീസും ഒന്നും ഇദ്ദേഹം ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ തേതിക്ക്, അതായത് ഈ ഏട്ടത്തിയമ്മയ്ക്ക് ഉണ്ണിയേട്ടൻ എന്ന് വെച്ചാൽ വളരെയധികം ഇഷ്ടവുമാണ്. അപ്പോൾ ഒരു ദിവസം ഈ സങ്കടപ്പെട്ട് നമ്മുടെ ഈ എന്താണ് ഏട്ടത്തിയമ്മ അവളുടെ ബ്രദറായിട്ടുള്ള PKP നമ്പൂതിരി അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു ഡിവൈൻ ബീയിങ്ങിൻ്റെ അടുത്ത് കല്യാണം കഴിപ്പിച്ച് അയച്ചെന്ന്. അപ്പോൾ ആ സമയം തൊട്ട് തേതിക്കുട്ടി എന്ന് പറയുന്നത് എന്താണ്, വളരെയധികം റവല്യൂഷണറൈസ്, അതായത് ഒരു റിവോൾട്ടിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് തേതിക്കുട്ടി അല്ലെങ്കിൽ നമ്മുടെ ഏട്ടത്തിയമ്മ തുടങ്ങുന്നത്. തങ്കം എന്ത് ചെയ്തു, പിന്നീട് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ എടുക്കണമെന്ന് പറഞ്ഞ് ജോലിയൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞ് അവൾ പഠിക്കാൻ തുടങ്ങി. പിന്നീട് ഇവർ തമ്മിൽ മിണ്ടാതായി. തങ്കം എന്ത് ചെയ്തു, 10ാം ക്ലാസ് പരീക്ഷ പാസ് ചെയ്തു, ഹയർ സ്റ്റഡീസിന് പോയി. കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് വീട്ടിൽ ബഹളമായി, അവളെ അടിച്ചു. അവസാനം ഉണ്ണിയേട്ടനായി പോയി പറഞ്ഞത് കോളേജിൽ വിട്, ഗ്രാജുവേഷൻ ചെയ്യിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞത്. ആ സമയത്ത് തങ്കം എന്ത് ചെയ്തു, ഏട്ടത്തിയമ്മയും തങ്കവും കൂടി പിരിഞ്ഞു. എന്നിട്ട് ഏട്ടത്തിയമ്മ പറയുന്നുണ്ട് ഇനി എപ്പോഴാണ് കാണുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ 4 മാസം കഴിഞ്ഞ് തങ്കം തിരിച്ചെത്തിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഏട്ടത്തിയമ്മ മന വിട്ടുപോയി. കാരണം എന്താണ്, ഈ കല്യാണം കഴിച്ചയച്ചു കഴിഞ്ഞാൽ തിരികെ വീണ്ടും അന്തർജനങ്ങൾക്ക് അവരുടെ സ്വന്തം വീട്ടിലോട്ട് പോകാനുള്ള അനുവാദം ഇല്ല. പക്ഷേ ഏട്ടത്തിയമ്മ പോയി. കാരണം എന്താ, ഏട്ടത്തിയമ്മയുടെ അമ്മ വയ്യാതെ കിടന്നപ്പോൾ കാണാൻ പോയതാണ്, മരിച്ചു. അപ്പം അങ്ങനെ പൊയ്ക്കൂടാന്ന് പറഞ്ഞ് ഇവിടെ വീട്ടിൽ വേളമായപ്പം ഇവരെന്ത് ചെയ്തു, അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ ഉണ്ണിയേട്ടൻ, അതായത് അവരുടെ ഹസ്ബൻഡ് തടഞ്ഞതുമില്ല, അയാളൊട്ട് തിരിച്ച് വിളിച്ചതുമില്ല. അയാൾക്ക് മനസ്സിലായി എന്താണ്, അവരിവിടെ കിടന്ന് വീർപ്പ് കൂട്ടുകയാണ്, അവരവരുടെ സ്വന്തം വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഇത്ര വീർപ്പ് കൂട്ടലില്ലല്ലോ. സോ അയാളൊട്ട് വിളിക്കാനും പോയില്ല. അങ്ങനെ ഒരു ഇത്. അത് കഴിഞ്ഞിട്ട് എന്താണ്, തങ്കം എന്ത് ചെയ്തു, ഉണ്ണിയേട്ടൻ്റെ അടുത്ത് പോയി ചൂടായി. അതായത് എന്തുകൊണ്ട് ഏട്ടത്തിയമ്മയെ വിളിച്ചുകൊണ്ട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഉണ്ണിയേട്ടൻ എന്താ പറഞ്ഞത്, പിന്നെ എന്താണ്, ആ ഏട്ടത്തിയമ്മയെ ഉണ്ണിയേട്ടന് വളരെയധികം ഇഷ്ടമാണ്, അതുകൊണ്ടാണ് എന്താണ് ഏട്ടത്തിയമ്മയെ വിളിക്കാൻ പോകാത്തതെന്ന്. അതായത് ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഒന്നും ഒരിക്കലും ഏട്ടനോ അല്ലെങ്കിൽ ഈ തങ്കത്തിനോ ഒന്നും മണമ്പള്ളി മനയെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല.
അതുപോലെ തന്നെ ഏട്ടൻ്റെ ബ്രദറായിട്ടുള്ള അനിയൻ നമ്പൂതിരി എന്ന് പറയുന്നത് എന്താണ് ഒരു ഇച്ചിരി റിബലിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. പക്ഷേ അധികം പവറിനോട് വെൽത്തിനോട് വളരെ ആക്രാന്തമുള്ളൊരു ക്യാരക്ടറായിട്ട് പിന്നീട് മാറുന്നുണ്ട്. അപ്പോൾ ദേവകി മണമ്പള്ളി പിന്നീട്, അതായത് നമ്മുടെ ഏട്ടത്തിയമ്മ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, തങ്കത്തിന് മനസ്സിലായി ന്യൂസ് പേപ്പർ റിപ്പോർട്ടിലൂടെയൊക്കെ, ഏട്ടത്തിയമ്മ പേരൊക്കെ മാറ്റി ദേവകി മണമ്പള്ളി എന്നുള്ള പേരൊക്കെ എടുത്ത് അവരെന്താണ് പുതിയൊരു ലീഡറായിട്ട് നാഷണലിസ്റ്റ് മൂവ്മെൻറ്റിൽ കയറി അങ്ങ് ജോയിൻ ചെയ്തു. അതായത് ഈ നമ്പൂതിരി ഇല്ലത്തിലൊക്കെ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ച് അവരുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ അങ്ങ് മാറ്റി. അങ്ങനെ തങ്കം എന്ത് ചെയ്തു, മണപ്പള്ളി ഏട്ടത്തിയമ്മയെ വിളിച്ചുകൊണ്ട്, അതായത് തങ്കത്തിന് മനസ്സിലായി ഏട്ടത്തിയമ്മ ഒരിക്കലും ഇനി തിരിച്ചു വരത്തില്ലെന്ന് മണപ്പള്ളി മണ്ണിലോട്ട്. അത് ആർക്കും അറിയാം, ഉണ്ണിയേട്ടനും അറിയാം. അതുകൊണ്ടാണ് അയാൾ തിരികെ പോയി വിളിക്കാത്തത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു സ്വാതന്ത്ര്യമില്ല. സോ അവിടെ ആകുമ്പോൾ ഇവരെന്തായാലും എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഫ്യൂച്ചറെങ്കിലും ഒന്ന് ബ്രൈറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടൻ അവരെ പോയി വിളിക്കാത്തത്. അപ്പം ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള ഇതിൽ നിന്ന് അവരൊരു സോഷ്യൽ മൂവ്മെൻറ്റിലോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരെ എത്തി ഈ ഏട്ടത്തിയമ്മ. ആൻഡ് തങ്കം എന്ത് ചെയ്തു, തങ്കത്തിൻ്റെ അച്ഛൻ മരിച്ചു, അവർ വേറൊരു സ്ഥലത്തോട്ട് മാറി. അപ്പം വേറൊരു വീട്ടിലോട്ട് മാറി, ശരിക്കും പറഞ്ഞെങ്കിൽ അമ്മയുടെ വീട്ടിലോട്ട് മാറി, അമ്മയുടെ നേറ്റീവ് ഹോമിലോട്ട് മാറി. ആൻഡ് തങ്കം എന്ത് ചെയ്തു, സ്റ്റഡീസ്, അതായത് പിന്നെ പഠിക്കാനൊന്നും പോയില്ല. അവസാനം ഇയാളൊരു നോർത്ത് ഇന്ത്യൻ മാനിന് കല്യാണം കഴിച്ചു കൊടുത്തു. നോർത്ത് ഇന്ത്യയിൽ ജോലി ചെയ്ത ഒരാൾക്ക് തങ്കത്തിനെ കല്യാണം കഴിച്ചു കൊടുത്തു. പിന്നീട് തങ്കം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഉണ്ണിയേട്ടനെ കാണാൻ പോകുന്നുണ്ട്. ഉണ്ണിയേട്ടൻ തിരിച്ച് ഈ ഉണ്ണിയേട്ടനെ കാണാൻ പോകുന്നുണ്ട്. ആ സമയത്ത് ഉണ്ണിയേട്ടൻ, എനിക്ക് തോന്നുന്നു, ഇവർക്ക് ഒരു ലെറ്റർ അയക്കുകയും, അനിയൻ തമ്പുരാൻ ലെറ്റർ അയക്കുകയും, ആ ലെറ്ററിനകത്ത് നമ്മുടെ ദേവകി മണമ്പള്ളിയുടെ താലി, അതായത് ഏട്ടത്തിയമ്മയുടെ താലി അതിനകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതായത് മരിക്കുന്നതിന്, അതായത് ഈ സന്യാസത്തിന് ചേരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ദേവകി ഏട്ടത്തി എന്ത് ചെയ്തു, നമ്മുടെ ഭർത്താവിനൊരു ലെറ്ററും അവരുടെ താലിയും കൂടി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഏട്ടൻ മരിക്കുന്നതിന് മുന്നേ തങ്കത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നിട്ട് പറഞ്ഞു അയാളുടെ ശേഷക്രിയയും കാര്യങ്ങളും എല്ലാം, ഡെത്ത് സെറമണി എല്ലാം തങ്കത്തിൻ്റെ കൊച്ചുമോള് ചെയ്യണം എന്ന് പറഞ്ഞാണ് എഴുതിയിരുന്നത്. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ കൂടെ കാര്യം ചേർന്നു. അവസാനം നമ്മുടെ ദേവകി മണമ്പള്ളി ചേർന്നു. ആശ്രമത്തിലൊക്കെ താമസിക്കാൻ തുടങ്ങി. അവർ ദേവകി ബഹൻ അല്ലെങ്കിൽ ദേവി ബഹൻ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. ഗാന്ധിജിക്കും നെഹ്റുവിനും വളരെയധികം പ്രിയപ്പെട്ടവളായി മാറി നമ്മുടെ ഏട്ടത്തിയമ്മ. ഉണ്ണിയേട്ടൻ പക്ഷേ അവരെ ഒരിക്കലും തിരികെ വിളിക്കാനൊന്നും പോയില്ല. കാരണം ഉണ്ണിയേട്ടൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ ഫാമിലിയുടെ ട്രഡീഷനെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള ധൈര്യമൊന്നും ഇല്ലായിരുന്നു. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, അതായത് 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് വന്നു. തങ്കവും ഹസ്ബൻഡ് നോർത്ത് ഇന്ത്യയിലാണ്. അപ്പോൾ അവർ അവിടെ എവിടേക്കോ വെച്ച് ഈ നമ്മുടെ ഈ ദേവകി ഏട്ടത്തിയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ഒരു വിധത്തിൽ സമ്മതിച്ചില്ല അങ്ങോട്ട് പോയി സംസാരിക്കാനൊക്കെ. നിന്റെ തോന്നലാന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചു. ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കല്യാണി ദേവി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ നമ്മുടെ തങ്കത്തിൻ്റെ വീട്ടിൽ തങ്കത്തിൻ്റെ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ അവരിൽ നിന്ന് ഏട്ടത്തിയമ്മയുടെ ഡീറ്റെയിൽസ് എല്ലാം കല്യാണി ദേവി തങ്കം അറിഞ്ഞു. എന്നിട്ട് ദേവി ബഹൻ എന്ന് പറയുന്നത് ആശ്രമത്തിലായിരുന്നു. അവരവിടെ വെച്ച് ഒരു റെഫ്യൂജി ഗേളിനെ നോക്കി ശുശ്രൂഷിച്ച് വരുമായിരുന്നു. ആ പെണ്ണിന് തങ്കം എന്നുള്ള പേരൊക്കെ കൊടുത്തു. അവസാനം ആ പെണ്ണെന്ത് ചെയ്തു, പറ്റിച്ചിട്ട് പോയി ഏട്ടത്തിയമ്മ ഇതിൻ്റെ ആ ഒരു വിഷമത്തിൽ ചതിയിൽ എന്ത് ചെയ്തു, ആശ്രമം വിട്ടിട്ട് അവർക്ക് സന്യാസിനിയായിട്ട് മാറി. അപ്പോൾ ഒരു സ്പിരിച്വൽ ഗുരുവായിട്ട് മാറി. സുധാനന്ദ സരസ്വതിയുടെ ഒരു ഡിസൈപ്പിളായിട്ട്, ഫോളോവറായിട്ട് മാറി. ആൻഡ് ദെൻ തങ്കം എന്ത് ചെയ്തു, അനിയൻ നമ്പൂരി ഈ സമയം കൊണ്ട് ഒരു പവർഫുൾ മാനായിട്ട് മാറി. ഇവർ നാട്ടിലൊക്കെ പോകുന്നുണ്ട്. തങ്കം വെൽത്തിനും സ്റ്റേറ്റസിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായിട്ട് മാറി. അവിടെ നിന്ന് മനസ്സിലാക്കി ഉണ്ണിയേട്ടൻ ഒരു അമ്പലത്തിലാണ് ഇപ്പോൾ കിടപ്പെന്നും ഉണ്ണിയേട്ടൻ മനയൊക്കെ വിട്ടുപോയെന്നും ഒക്കെ ആയി. തങ്കം അവിടെ വെച്ച് ഉണ്ണിയേട്ടനെ കാണുന്നുണ്ട്. ഉണ്ണിയേട്ടൻ ആ സമയത്ത് ദൈവത്തിനോട്, അതായത് അയാളുടെ ഗോൾ അയാൾ നിറവേറ്റി. അതാണ് അയാളുടെ ഗോൾ എന്ന് വെച്ചാൽ ദൈവത്തിനെ ഇങ്ങനെ പൂജയൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അയാളിപ്പോൾ ഒരു അമ്പലത്തിലായി കിടപ്പൊക്കെ. തങ്കം ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇപ്പോൾ തേത്തി ഏട്ടത്തി എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ലിബറേഷൻ പാത്തിലാണ്. അപ്പം ഏട്ടനും ഒരു അമ്പലത്തിൽ താമസവുമായി. അപ്പോൾ തങ്കം ഇങ്ങനെ ആലോചിക്കുകയാണ്. അതായത് ഉണ്ണിയേട്ടൻ്റെ അമ്മയാണ് ശരിക്കും പറഞ്ഞാൽ അവരെ തിരികെ കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞത്. പക്ഷേ അവരൊരു റൂമറ്റോട് ആർത്രൈറ്റിസ് വന്ന് അവർ ഒരുപാട് വർഷം കിടപ്പിലായി. ഈ അനിയൻ നമ്പൂതിരിയുടെ വൈഫിൻ്റെ പീഡനം കാരണം അവരങ്ങ് മരിച്ചു. വയസ്സായി മരിച്ചതാണ്. അങ്ങനെ അവസാനം തങ്കത്തിനൊരു ലെറ്റർ കിട്ടുന്നുണ്ട് അനിയൻ നമ്പൂതിരിയുടെ കയ്യിൽ നിന്ന്. ആ ലെറ്ററിനകത്ത് ഉണ്ണിയേട്ടൻ്റെ ഡെത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉണ്ണിയേട്ടൻ ഒരു അമ്പലത്തിൻ്റെ ഡോർ സ്റ്റെപ്പിൽ വീണ് മരിച്ചു കിടക്കുന്നു. ആൻഡ് ആ പാഴ്സലിനകത്ത് ഉണ്ണിയേട്ടൻ പറയുന്നുണ്ട്, മറ്റേ താലിയും ഏട്ടത്തിയമ്മയുടെ മാംഗല്യ സൂത്രവും, അതായത് താലിയും അതുപോലെ തന്നെ അയാളുടെ ഏട്ടത്തിയമ്മ അയാൾക്ക് അയച്ച കത്തും എല്ലാം കൂടെ വെച്ച് തങ്കത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. തങ്കത്തിന് മാംഗല്യസൂത്രം ഗംഗയിൽ ഒടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ആഫ്റ്റർ സീയിങ് നമ്മുടെ സുമിത്രാനന്ദി, അതായത് ദേവകി ബഹനെ അല്ലെങ്കിൽ ദേവകി ആ ഏട്ടത്തിയമ്മയെ കാണുന്നു അവിടെ വെച്ച്, ആശ്രമത്തിൽ വെച്ച്. അപ്പം അവിടെ പോയി കാണുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, വളരെയധികം ഇൻഡിഫറൻ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. മാതാജി, അതായത് ഭയങ്കര തങ്കത്തിനെ കാണുമ്പോൾ തന്നെ ഒരു വളരെയധികം ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. കാരണം അവരുടെ പാസ്റ്റ് മെമ്മറീസ് അവർ പെട്ടെന്ന് ആലോചിച്ചു. അപ്പം പിന്നെ ഇതെടുത്ത് കൊടുത്ത്, താലി എടുത്ത് കൊടുത്തപ്പോൾ അവരെന്ത് ചെയ്തു, അവർ ആ താലിയെ ഒരു തീക്കകത്തോട്ട് എറിഞ്ഞു, അതായത് അഗ്നിയിലോട്ട് എറിഞ്ഞു. എന്നിട്ട് അത് തിരിച്ചെടുത്തിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിരിച്ച് ആ ഒരു മംഗല്യസൂത്രം എടുത്തിട്ട് അൺഇമോഷണലി എടുത്തിട്ട് എന്ത് ചെയ്തു, സാക്രിഫിഷ്യൽ ഫയറിൽ എറിഞ്ഞത് തിരിച്ചതെടുത്ത് വൈപ്പ് ചെയ്തിട്ട് അതിപ്പോൾ നല്ലപോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. അതെടുത്ത് നമ്മുടെ തങ്കത്തിൻ്റെ കൊച്ചുമകളായ ദേവുവിന് ഒരു ബ്ലെസ്സിങ് പോലെ കൊടുത്തു.
ബ്ലസ് ചെയ്യുന്ന സമയത്തേക്ക് ആ ബ്ലസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്തു, നമ്മുടെ ഏടത്തിയമ്മ സമാധി അടഞ്ഞു. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഇവിടെ ഈ ഒരു ആക്ഷനിലൂടെ എന്താണ് കാണിക്കുന്നത്? ഫെമിനിസം, അതായത് ഇപ്പോൾ നമ്മുടെ ഓരോ സ്ത്രീകളും, അതായത് നമ്മുടെ ദേവകി മണമ്പള്ളി ചെയ്ത ആ ഒരു ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ആ ഒരു പിന്നെ എന്താ പറയുക, ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ലൈഫ്, അത് ഇനിയും വരുന്ന ജനറേഷൻ ഫോളോ ചെയ്യണം. അതാണ് ശരിക്കും പറഞ്ഞാൽ ആ താലി മംഗല്യസൂത്രം എടുത്ത് എറിഞ്ഞിട്ട് വീണ്ടും തുടച്ച് അത് ആ കൊച്ചുകുട്ടിയുടെ കയ്യിൽ വെച്ച് കൊടുത്തതിൻ്റെ മീനിങ് അതാണ്. അതായത് അവരായിട്ട് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു മൂവ്മെൻറ്റ് ഇനി എന്ത് ചെയ്യണം, ഭാവിയിൽ വരുന്ന സ്ത്രീകളും കൂടി അതിനെ ഫോളോ അപ്പ് ചെയ്യണം എന്ന് ഇൻഡയറക്ട്ലി പറയുവാണ്. അപ്പം ഇത് ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലോട്ട് പോകാം. അഗ്നിസാക്ഷി എന്ന് വെച്ചാൽ ഫയർ മൈ വിറ്റ്നസ്, അതാണ് അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. പിന്നെ തങ്കത്തിൻ്റെ വീടിൻ്റെ പേര് കച്ചേരി മാളിക എന്നാണ്. പിന്നെന്താണ്, മണമ്പള്ളി മനയിലോട്ട് തങ്കത്തിന് എന്താ കയറാൻ പറ്റാത്തത്? തങ്കം എന്ന് പറയുന്നത് നമ്മുടെ നറേറ്ററാണ്. അവർ ഒരു നായർ മദറാണ്. അവളുടെ അമ്മ നായരാണ്, അമ്മാളും അമ്മ. അച്ഛൻ്റെ പേരെന്താണ്? അപ്പൻ നമ്പൂതിരി എന്നാണ്. പക്ഷേ അതൊരു സംബന്ധ കല്യാണമായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും ഫാമിലിയിലെ ചൈൽഡ് എന്നുള്ളൊരു അക്സെപ്റ്റൻസ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇവരെ മനയിലോട്ട് എൻട്രി ചെയ്യിപ്പിക്കാതിരുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് മറ്റേ ഏട്ടൻ്റെ കല്യാണത്തിലൊന്നും പങ്കെടുക്കാൻ പറ്റാതായത്. പിന്നെ ഉണ്ണി നമ്പൂതിരി എങ്ങനെയാണ് മരിച്ചത്? മറ്റേ ഇല്ല, എന്താണ്, അമ്പലത്തിൽ കിടന്നാണ് മരിച്ചത് അല്ലേ ഉണ്ണി നമ്പൂതിരി. ഈ അനിയൻ നമ്പൂതിരി അയാളുടെ പ്രോപ്പർട്ടിയും വീടും എല്ലാം ഏറ്റെടുത്തപ്പോൾ ഉണ്ണി നമ്പൂതിരി അവിടുന്ന് വീട് വിട്ടിറങ്ങി ഒരു അമ്പലത്തിൽ കിടന്നാണ് മരിച്ചത്, ഒരു ഡോർ സ്റ്റെപ്പിൽ, അമ്പലത്തിൻ്റെ ഡോർ സ്റ്റെപ്പിൽ. പിന്നെ ഉണ്ണി നമ്പൂതിരി എന്താണ് റിയലൈസ് ചെയ്തത്? അതായത് ഇയാൾ ചെയ്തിരുന്ന പല കാര്യങ്ങളും മീനിങ്ലെസ് ആണെന്ന് അവസാന നാളുകളിൽ ഉണ്ണി നമ്പൂതിരിക്ക് മനസ്സിലായി, ഉണ്ണിയേട്ടന് മനസ്സിലായി. ആൻഡ് പിന്നെന്താണ്, വെറുതെ ആവശ്യമില്ലാത്ത കുറേ, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇയാൾ വെറുതെ വേസ്റ്റ് ആക്കി, ടൈമൊക്കെ വെറുതെ വേസ്റ്റ് ആക്കി, എല്ലാ കാര്യങ്ങളും റിജക്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിട്ടാണ് അയാൾ എന്ത് ചെയ്ത് മരിക്കുന്നത്. പിന്നെ അപ്പൻ നമ്പൂതിരി എന്ന് പറയുന്നത് യങ്ങർ ബ്രദറാണ്. യങ്ങർ ബ്രദർ ഓഫ്, അതായത് ആ ഒരു മണമ്പള്ളി മനയിലെ ആളുടെ, അതായത് മണമ്പള്ളി മനയിലെ കാരണവരുടെ അനിയനാണ് അപ്പൻ നമ്പൂതിരി. അയാളാണ് നമ്മുടെ തങ്കത്തിൻ്റെ അച്ഛൻ. പിന്നെന്താണ്, അയാളെന്താണ്, മറ്റേ ഭയങ്കര ട്രഡീഷണലാണ്. ഈവൻ അയാളുടെ മകളായ തങ്കം അയാളെ തൊടുമ്പോൾ പോലും അയാൾ പോയി കുളിക്കുന്നുണ്ട്. പിന്നെ അത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. ട്രഡീഷണലാണ്, വളരെ സ്ട്രിക്റ്റ് ആണെന്നൊക്കെയുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ മതി. പിന്നെന്താണ് പറയുന്നത്, ക്യാരക്ടർ സ്കെച്ച് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം നമ്മുടെ തേത്തി ഏട്ടത്തിയുടെ. അപ്പോൾ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ദേവകി ഏട്ടത്തിയാണ്, അല്ലെങ്കിൽ ഏട്ടത്തിയമ്മ, അല്ലെങ്കിൽ തേതി. നമ്പൂതിരി വുമണാണ്, വളരെ സെൽഫ് ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ കറേജ് ഉള്ള സ്ത്രീയാണ്. പിന്നെന്താണ്, അവർ മന വിട്ട് പോകുന്നുണ്ട്, ഓർത്തഡോക്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിട്ട് മോഡേണിസ്റ്റ് ലൈഫിലോട്ട് പോകുന്നുണ്ട്. ന്യൂസ് പേപ്പറും ജേർണൽസും എല്ലാം വായിക്കുന്ന ഒരു പ്രോഗ്രസീവ് സ്ത്രീയാണ്. ഫെമിനിസം സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നുണ്ട്, സോഷ്യൽ റിഫോമറായി മാറുന്നുണ്ട്, അവർ ആശ്രമത്തിൽ പോകുന്നുണ്ട്, സന്യാസം സ്വീകരിക്കുന്നുണ്ട്, അല്ലേ? ഇത്രയും കാര്യങ്ങൾ പറയുക. ഉണ്ണി നമ്പൂതിരി എന്ന് പറയുന്ന ഒരു മെയിൽ പ്രോട്ടഗോണിസ്റ്റാണ് നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ സിനിമയുടെ നോവലിലെ. ഓൾഡ് ഫാഷൻഡ് ആണ്, ഓർത്തഡോക്സ് ആണ്, പക്ഷേ നോബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. വൈഫുമായിട്ട് യാതൊരു വിധത്തിലുള്ളൊരു റിലേഷനും ഇല്ല, പക്ഷേ അയാൾക്ക് അവരെ ഇഷ്ടമായിരുന്നു. പിന്നെന്തായിരുന്നു, പക്ഷേ എക്സ്പ്രസ് ചെയ്യാൻ അറിഞ്ഞിരുന്നില്ല. ഉണ്ണി ഓൾഡ് ഫാഷൻഡ് ആയിരുന്നു. പിന്നെ അയാൾക്ക് അവസാനം അതെല്ലാം റിജക്ട് ചെയ്ത കാര്യം, അയാളുടെ വിഷമങ്ങൾ, കുറ്റബോധമൊക്കെ ആയ കാര്യമൊക്കെ പറയുക. തങ്കം എന്ന് പറഞ്ഞ ക്യാരക്ടർ നറേറ്ററാണ്. എൻ്റെ സ്റ്റോറിയുടെ വിറ്റ്നസ് ഇവരാണ്. ഉണ്ണിയേട്ടനെയാണ് ഇവർക്ക് ഭയങ്കര ഇഷ്ടം. ബ്രദറും പ്ലേമേറ്റും ആയിരുന്നു ഉണ്ണിയേട്ടൻ. പിന്നെന്താണ്, തേത്തി ഏട്ടത്തി വന്നപ്പോൾ ഏട്ടത്തിയമ്മയോടായി കൂടുതൽ ഇഷ്ടമൊക്കെ. ആൻഡ് തേത്തി ഏട്ടത്തിയുടെ ലോൺലിനെസ്സും പെയിനും ഒക്കെ ഇവർക്ക് മനസ്സിലായി. ആൻഡ് പിന്നീട് എന്താണ്, ഇവർ പഠിക്കാൻ പോകുന്നുണ്ട്, അല്ലെ, പ്രോഗ്രസീവ് ആവുന്നുണ്ട് ഇവർ. പിന്നെ അനിയൻ നമ്പൂതിരി എന്ന് പറയുന്ന ഉണ്ണിയേട്ടൻ്റെ അനിയനാണ് അനിയൻ നമ്പൂതിരി. അയാൾ ഒരു യങ് ജനറേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്. പക്ഷേ അയാൾ കസ്റ്റംസിനും ട്രഡീഷൻസും എതിരെയൊക്കെ ഫോട്ട് ചെയ്തെങ്കിലും പവറിനും വെൽത്തിനും ഇയാൾ ഇമ്പോർട്ടൻസ് കൊടുത്തു. പിന്നെന്താ പറഞ്ഞേക്കുന്നത്, എല്ലാ കാസ്റ്റുമായിട്ടും ഇയാൾക്ക് ബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ ഇയാളുടെ ഐഡിയലിസം, ആ ഒരു കാര്യം പിന്നെ ഒരുപാട് നേരം നിന്നില്ല. അയാൾ ഇൻഡിപെൻഡൻ്റ് ആയപ്പോൾ, ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആവുന്ന സമയത്ത് ഇയാൾ എന്ത് ചെയ്തു, ഒരു കൂടുതലും വെൽത്ത് അല്ലെങ്കിൽ പ്രോപ്പർട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയേണ്ടത്. പിന്നെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള നമ്പൂതിരി ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാണ് ആണുങ്ങൾ സപ്രസ് ചെയ്യുന്നത് സ്ത്രീകളെ, വീട്ടിനകത്ത് എങ്ങനെയാണ് തളച്ചിടുന്നത്, അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യമേ നമ്മുടെ ചേത്തി ഏടത്തി ഒരു ഒബീഡിയൻ്റ് വൈഫായിരുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, അവൾക്ക് ആ സഫക്കേഷൻ ഫീൽ ചെയ്തപ്പോൾ അവളുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയുടെ ഡാർക്ക്നെസ് അവൾ തിരിച്ചറിഞ്ഞപ്പോൾ അവൾ എന്ത് ചെയ്തു, തിരിച്ച് വീട്ടിൽ പോയി. പിന്നീടായിരുന്നു അവളൊരു സോഷ്യൽ റിഫോമറായി മാറിയത്. സോ ആ കാര്യങ്ങളൊക്കെ പറയുക. പിന്നെ ഗ്രേറ്റ് കറേജ് ആൻഡ് ഡിറ്റർമിനേഷൻ ഉള്ള ഒരു ക്യാരക്ടറാണ് ചേത്തി ഏടത്തിയുടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.